അമ്മ പറയും മറ്റേ ഈ മയിലാട്ടമൊക്കെ ഉണ്ടാവൂലേ, ആ സമയത്തുള്ള അതുപോലത്തെ ഒന്ന് എനിക്ക് വാങ്ങി തരാൻ ഇനി ഭയങ്കര ഫേവറേറ്റ് ഉള്ള സാധനം. എപ്പോഴും എപ്പോൾ കൊണ്ട് തന്നാലും എന്നത്തിന് കൂടെ ബ്ലാക്ക് ഹീൽസ് ഇടാനും എനിക്ക് ഇഷ്ടമാണ്. അകത്ത് കയറ്റി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. അമ്മയും കൊച്ചനും ഒക്കെ എന്നെ വഴക്ക് പറയും, ഇത് ഇതിനെ നീ ഇതിട്ട സാധനം എടുത്ത് അകത്ത് കയറ്റി പാത്ത് വെക്കുന്നേ. അത് നമുക്കിപ്പോൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അയ്യോ, തിരിച്ച് പോരാൻ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജിപേയിലോട്ട് ഈ ചെരുപ്പിന്റെ പൈസ എനിക്ക് വന്ന്. ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് എനിക്ക് കേട്ടോ. കാരണം ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചിലപ്പോൾ ഈ വീഡിയോ പിന്നെയും പിന്നെയും കാണുമായിരിക്കും. അതായത് ഒന്ന് ഈ ഫ്രെയിമിൽ നിന്ന് പാവോ, ഈ വീഡിയോ ഞാൻ തന്നെ പിന്നെയും പിന്നെയും കാണുമായിരിക്കും. കാരണം എനിക്ക് ലോകത്തേക്കും വെച്ച് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കടലിലൊന്നുമല്ല പോടാ, അതൊന്നും അല്ല. എനിക്ക് ഏറ്റവും എന്ന് വെച്ചാൽ എനിക്ക് എത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇറങ്ങിപ്പോ ഇവിടുന്ന്, ഇറങ്ങിപ്പോ, ഗെറ്റ് ഔട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ കാണിക്കാൻ പോ. അല്ലടാ, അതൊന്നും അല്ല. അതെന്നാന്നിപ്പം ഇപ്പൊ വിചാരിക്കും എന്നാത്തിനെ പറ്റി എത്ര ഇടും തള്ളുന്നത്. പക്ഷെ തള്ളുന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിതിങ്ങനെ വാങ്ങിക്കൂട്ടും. ഞാനൊരു പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടുന്ന പൈസയെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് ഈ സാധനം വാങ്ങാനായിരിക്കും. ഉറപ്പായിട്ടും അതായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നതും ഇത് അമിതമായി വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും. വേറെ ഒന്നുമല്ല, എൻ്റെ ഹീൽസ്. അത് തംബ്നെയിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഹീൽസ് ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഭവമാണിത്. കാരണം എൻ്റെ ഉടുപ്പൊക്കെ മോശമാണെങ്കിലും ഞാൻ ഇടുന്ന ചെരുപ്പ് നന്നായിട്ടിരിക്കണം. അതെനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. കാരണം ഇപ്പം എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഷൂട്ടിന് പോകുമ്പോഴോ ഒക്കെ അങ്ങനെയാണ്. അതെനിക്ക് എപ്പോൾ തൊട്ടാ ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പ്രായം തൊട്ടേ ഞാൻ ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഞാനിടുന്ന ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതെപ്പോഴും നന്നായിട്ടിരിക്കണം, കാണാൻ ഭംഗി ഉണ്ടാവണം എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺസേൺ ഉണ്ട് അതിൽ. അപ്പം ഞാനിങ്ങനെ പറയാം, എനിക്ക് മാസത്തിൽ മാസത്തിലും പോട്ടെ, ഒരു വർഷത്തിൽ ഞാൻ ഇത്ര ചെരുപ്പ് വാങ്ങും. ഉറപ്പായിട്ട് ഞാനത് വാങ്ങിയിരിക്കും. ഞാനത് എങ്ങനെയെങ്കിലും, അല്ല ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം അങ്ങനെ വാങ്ങി കളയത്തില്ല. ഞാനതിന് സൂക്ഷിച്ച് വെക്കും. ഇതൊക്കെ സൂക്ഷിച്ച് വെച്ച് ഞാനങ്ങനെ ഓരോ ഉടുപ്പിൻ്റെയും കൂടെ അങ്ങനെ നോക്കി ഇട്ടോണ്ട് നടക്കും. അങ്ങനെ പൊന്നിപ്പൊതുക്കി താഴത്തും തലയിലും വെക്കാതെ ഞാൻ കൊണ്ട് നടക്കുന്ന എൻ്റെ ഹീൽസാണ് ഞാൻ ഇന്ന് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു വീഡിയോ എടുക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ സുന്ദരിയായിരിക്കുക. ആർക്കും തോന്നുന്നില്ല? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൊരു സ്പെഷ്യൽ ടിപ്പും കൂടെ ഉണ്ട്. നമ്മുടെ സ്കിൻ കെയറിനെയൊക്കെ ബേസ് ചെയ്തൊരു സ്പെഷ്യൽ ടിപ്പാണ്. എല്ലാവരും, എനിക്കറിയത്തില്ല ഇതിന് എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന്, പക്ഷെ നമ്മുടെ സ്കിൻ കെയറിലും നമ്മുടെ ലിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിലും നമ്മുടെ ലിപ്പും സ്കിന്നും ഒക്കെ വൃത്തിയായിട്ടായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അല്ലെങ്കിൽ ഒരു കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും അതൊക്കെ ആ കാര്യമൊക്കെ. ഇപ്പം മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കുന്ന ലിപ്പ് എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ടീനേജ് ഉള്ള ആൾക്കാർക്കൊക്കെ, ആ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടിപ്പാണ്. നമ്മുടെ ലിപ്പ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹിമാലയയുടെ സ്ട്രോബെറി ഷൈൻ ലിപ് കെയർ ആണ്. നമ്മുടെ ലിപ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് മാത്രമല്ല ഭയങ്കര സോഫ്റ്റും. നമുക്ക് കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടൊക്കെ പെട്ടെന്ന് മുറിയും. അതുപോലെയാണ് അത് ഡ്രൈ ആവുന്നതും. തീരെ മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റാത്തൊരിതാണ് നമ്മുടെ ലിപ്സ് എന്ന് പറയുന്നത്. കാരണം എപ്പോഴും നമ്മൾ എന്തെങ്കിലും കെയർ ചെയ്തോണം. അല്ലെങ്കിൽ ലിപ് ബാം ആണെങ്കിൽ ലിപ് ബാം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട നമ്മുടെ ഒരു സ്കിൻ കെയറിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലിപ് കെയർ തന്നെയാണ്. അപ്പം ഈ നമ്മുടെ ഹിമാലയയുടെ സ്ട്രോബെറി ഷൈൻ ലിപ് കെയർ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലിപ്പിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ലിപ് കളറില്ലേ, ഒറിജിനലി നമുക്കുള്ള ഒരു ലിപ് കളർ, അത് നമുക്ക് തിരിച്ചു കിട്ടും. അത് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ മോയ്സ്ചർ ലോക്ക് കിട്ടാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മോയ്സ്ചറിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട്, നമ്മുടെ ലിപ്പിലുള്ള മോയ്സ്ചറിനെ റീറ്റെയിൻ ചെയ്യാനായിട്ടും ഈ ലിപ് കെയർ റേഞ്ച് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്.
ഇത് നമ്മുടെ ലിപ്പിൽ ഉണ്ടാവുന്ന മോയ്സ്ചർ ലോസിനെ പ്രിവെന്റ് ചെയ്യും. അത് മാത്രമല്ല, ഈ ഹിമാലയയുടെ ഈ ലിപ് കെയർ റേഞ്ച് എന്ന് പറയുന്നത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ്. അത് മാത്രമല്ല, ഇതിൽ പ്രിസർവേറ്റീവ്സോ പരിപാടികളോ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വിറ്റാമിൻ ഇയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മിനറൽ ഓയിൽസോ പെട്രോളിയം ജെല്ലിയോ സിലിക്കോണോ ഒന്നും അടങ്ങിയിട്ടില്ല. 100% ബയോഡീഗ്രേഡബിൾ ആണ്. നമുക്കൊരു നാച്ചുറൽ ഗ്ലോസി ആൻഡ് നറിഷ്ഡ് മോയ്സ്ചറൈസ്ഡ് ലിപ്പ് കിട്ടും. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ലിപ്സ് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട്, ഞാനിവിടെ ഷുഗർ സ്ക്രബാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഏത് ലിപ് സ്ക്രബ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്ത് ലിപ്പിലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും അവിടെ പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഈ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഹീൽസ് കളക്ഷൻ കാണണ്ടേ? അപ്പോൾ ഇതാണ് എൻ്റെ ഹീൽസ് കളക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കുറച്ച് നല്ല സാധനങ്ങളും ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളുമാണ് വെച്ചിരിക്കുന്നത്. വേറെ കുറേ ഹീൽസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ എല്ലാ വർഷവും മേടിക്കുന്ന ഹീൽസ് ഒക്കെ ഈ പെങ്കൊച്ച് കളഞ്ഞാണ്. പക്ഷെ ഞാൻ കളഞ്ഞിട്ടില്ല, ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്കെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഷോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ഡെയിലി യൂസ് ഉള്ള സാധനമാണല്ലോ. അപ്പോൾ എന്നും നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിന് ഈ കല്ലും മുത്തും ഒക്കെ പിടിപ്പിച്ച സാധനം ആയതുകൊണ്ട് അതൊക്കെ ചിലപ്പോൾ പോവും. എന്നാലും ഞാനത് കളയത്തൊന്നുമില്ല, ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. താഴെയുണ്ട്, താഴത്തെ ഒരു എല്ലാവരുടെയും ചെരുപ്പ് വെക്കുന്ന ഒരു റോ ഉണ്ട്. അതിൻ്റെ അകത്തും എൻ്റെ കുറേ ഹീൽസും പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധാ ചെരുപ്പുകളും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇടാനായിട്ട് ഏറ്റവും ഇഷ്ടം ഹീൽസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. എനിക്ക് കാണാനും പിന്നെ എനിക്ക് വാങ്ങാനും ഒക്കെ ഇങ്ങനെ ഇപ്പം എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഇതിടാനാണ് ഇഷ്ടം. അല്ലാത്തപ്പോൾ എനിക്ക് ഷൂസും ഫ്ലാറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമിടാൻ. പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം. ഫ്ലാറ്റ്സൊക്കെ ആണെങ്കിലും ഞാൻ അങ്ങനെ ശ്രദ്ധയില്ലാതെ ഏതെങ്കിലും ഒരെണ്ണം മതി എന്ന് വെച്ച് ഞാൻ പോയി എടുക്കത്തില്ല. ഞാൻ നല്ല തപ്പി എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന സാധനം മാത്രമേ ഞാൻ ചെരുപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ വാങ്ങിക്കൊണ്ട് വരത്തുള്ളൂ. ഉടുപ്പൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കിട്ടിയതാട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വരും. പക്ഷേ ചെരുപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഞാൻ നല്ല നോക്കി എനിക്കിഷ്ടപ്പെടുന്നത്, പക്ഷേ എനിക്കിഷ്ടപ്പെടുന്നത് അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കിഷ്ടപ്പെടുന്നത് ഞാൻ എടുത്തിട്ട് പോരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം സാധനങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ ഞാൻ റീസെൻ്റ് ആയിട്ട് വാങ്ങിയ സാധനങ്ങളാണ്. എന്നാൽ പോലും അവിടെ ഇവിടേക്ക് ഇതിന് പാടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതെന്നും യൂസ് ചെയ്യും. ഇപ്പം സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഈ ഹീൽസ് ഉണ്ടായാൽ നമുക്ക് പൊക്കം കിട്ടാൻ വേണ്ടിയല്ല, ഈ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ അല്ലേ പിന്നെ നമ്മൾ ഈ ഹീലില്ലാതെ ചെരുപ്പിട്ട് എന്താ കുഴപ്പം തരാമോ, നമ്മളിങ്ങനെ ഒടിഞ്ഞു കുത്തി നിൽക്കും. പക്ഷെ ഹീലിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ, നടുവ് വളച്ചിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ പോസ്ചർ ശരിയാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീലിട്ട് നിൽക്കണം. ഒരു ഇച്ചിരി എങ്കിലും ഹീലില്ലെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാനൊക്കെ കുറേ നേരം ഇങ്ങനെ അവിടെ നിൽക്കുമല്ലേ, അപ്പൊ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെയാവും, ഇങ്ങനെ ഈ അവസ്ഥയിലെത്തും ഞാൻ. അപ്പോൾ അത് പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം ഹീൽസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഇങ്ങനെ നിൽക്കും. നമ്മൾ കറക്റ്റ് നമ്മൾ നടുവ് നിവർന്നായിരിക്കും ഉണ്ടാവുക. പക്ഷെ നടുവിന് തീരെ നല്ലതല്ല ഹീൽസ് ഇടുന്നത്. ഞാൻ എല്ലാം ഒരു വഴി തന്നെ പറയുന്നല്ലേ, പോട്ടെ കാര്യമാക്കണ്ട. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മെയിൻ ഹീൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാം. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഹീൽസ്, എല്ലാം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഹീൽസ് ആണ്. എന്നാലും ഇതൊരു വൈറ്റും ഒരു ഭയങ്കര റോസ് ഗോൾഡ് പോലത്തെ ഒരു ഷെയ്ഡും വരുന്ന പോലത്തെയാണ്. എനിക്ക് ഇവിടെ ഒരു പേളിൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പേളല്ല, അത് ഒരു ഫ്ലവർ, അതിൻ്റെ അകത്തൊരു പേൾ, അങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബ്രാൻഡൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇതങ്ങനെ എല്ലാം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള അങ്ങനെയല്ല. ഞാൻ ആരോടും ഇത് തന്നെ വാങ്ങണം അങ്ങനെയൊന്നും റെക്കമെൻഡ് ചെയ്തില്ല കേട്ടോ. കാരണം ഇപ്പം ചുമ്മാ ഈ ഹീൽസ് ഒന്നും എപ്പോഴും ഉപയോഗിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെറുതെ നമ്മൾ അതിന് വേണ്ടി പൈസ കളയണ്ട. അതേസമയം ഇതിനോടൊക്കെ ക്രേസ് ഉള്ള, എപ്പോഴും ഇതൊക്കെ ആവശ്യം വരുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ നല്ല സാധനങ്ങളാണ്. നല്ല രസമാണ്, ഇട്ടാലും കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പം നമ്മൾ ഉടുപ്പൊക്കെ ഇടത്തില്ലേ, ഇപ്പം ഈ കുഞ്ഞുടുപ്പൊക്കെ ഇടത്തില്ലേ, മുട്ട് വരെയുള്ള ഉടുപ്പൊക്കെ ഇടുന്ന സമയത്ത് നല്ല രസം. ഇതിട്ടാൽ കാണാനായിട്ടൊരു ഭയങ്കര ഭംഗിയാണ്. അപ്പം അങ്ങനെയുള്ള ഹീൽസാണിത്. ഷൂസ് അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി ഇതൊന്നും അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല, കാരണം ഇതിന് ഇത്ര ഹീൽസ് ഉണ്ട്. ഞാൻ ഈ ഹീലിട്ടിട്ട് ഓടും ചാടും ഒക്കെ ചെയ്യും. പക്ഷെ അമ്മയ്ക്കൊന്നും അത് തീരെ ദഹിക്കത്തില്ല. നീ എന്താ ചെയ്യുന്നത്, നീ ഇതിട്ടിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും. പക്ഷെ എനിക്ക് യൂസ്ഡായി, എനിക്കിതുമായിട്ടൊരു കുഴപ്പമില്ല. ഇതിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൾട്ടി കളർ വരുന്ന ഒരു കുറേ സ്റ്റോൺസ് വെച്ചിരിക്കുക. ഇത് നമ്മളൊരു സിൽവർ ഷെയ്ഡുള്ള അങ്ങനത്തെ ഉടുപ്പൊക്കെ ഇടത്തില്ലേ, കുറേ കല്ല് വെച്ച് ഉടുപ്പൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ഇടുമ്പം ഇത് ഭയങ്കര നൈസായിരിക്കും.
പക്ഷെ ഇത് നമ്മൾ ഈ മുട്ടിന് താഴെയുള്ള ഉടുപ്പിന്റെ കൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അമ്മ പറയും മറ്റേ ഈ മയിലാട്ടം ഒക്കെ ഉണ്ടാവൂലേ ആ സമയത്തുള്ള അതുപോലത്തെ ഒന്ന് എനിക്ക് വാങ്ങിത്തരാന്നിനി അത് വെച്ചാ ഇതിന്റെ ഹീല് കണ്ടിട്ട് പറയുന്നതാണ്. പക്ഷെ എനിക്കത് ഓക്കെ എന്ന് വെച്ചാൽ നല്ല ഇറക്കമുള്ള ഉടുപ്പൊക്കെ ആണെങ്കിൽ ഇത് ഇടാം. അപ്പൊ ഒരുപാട് ഇറങ്ങി അങ്ങ് കിടക്കത്തില്ല, ഒരു മയത്തിനുള്ള ഇറക്കം നമുക്ക് ഉടുപ്പിന് കിട്ടും. പക്ഷെ കുഞ്ഞുടുപ്പൊക്കെ ആണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ ചിലപ്പം വൃത്തിയാടും, കാരണം ഭയങ്കര പൊക്കമല്ലേ. അത്രയും അങ്ങനെ നിൽക്കുന്ന എനിക്കും ഇഷ്ടമല്ല. ഫുൾ സ്റ്റോണ് ഇതിട്ടാൽ നല്ല രസമാണ്. ഇത് ഫുൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നല്ലേ, അപ്പൊ നല്ല ഭംഗി ചെയ്തിട്ട് ഇതിനെ കാണാനായിട്ട്. അടുത്ത ഹീൽസ് ഇതാ. ഇതിന് ഈ പറഞ്ഞാല് ഇതൊരു വെഡ്ജസ് പോലത്തെ ഹീല, മറ്റേ കുത്തനെയുള്ള ഈ ഇർക്കിലി പോലത്തെ ഹീലല്ല, പോയിന്റഡ് ഹീലല്ല, കുറച്ച് കട്ടിയുള്ളതാ. അപ്പം എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ഈ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേദന എടുക്കും ഭയങ്കരമായിട്ട്. ഇപ്പൊ ഷൂട്ട് രാത്രി വരെ ഇല്ലേ, അപ്പം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് മണിക്ക് നല്ല വേനിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ ഇതെടുത്തിടും. ഇതിടുമ്പോൾ അത്ര പ്രശ്നമില്ല, കുറച്ചുകൂടി ഒരു ബാലൻസ് കിട്ടും നമുക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണിത്. ഇതും നല്ല പാവാടയുടെയൊക്കെ ഇറക്കുള്ള പാവാടയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി പാവാട പൊക്കി പിടിക്കുമ്പോൾ ഇങ്ങനെ തിളങ്ങും കാല്, അതിന് വേണ്ടി ഇടുന്നതാണിത്. ഈ രണ്ട് ചെരുപ്പ് അങ്ങനെ. ഇനിയുള്ളത് ബ്ലാക്ക് ഹീൽസ് ആണ്. ബ്ലാക്ക് ഹീൽസ് എനിക്ക് അയ്യോ എവർ ഭയങ്കര ഫേവറേറ്റ് ഉള്ള സാധനം. എപ്പോഴും എപ്പോൾ കൊണ്ട് തന്നാലും എന്നാത്തിൻ്റെ കൂടെ ബ്ലാക്ക് ഹീൽസ് ഇടാനും എനിക്കിഷ്ടമാണ്. ഫസ്റ്റ് നമുക്ക് പ്ലെയിൻ ബ്ലാക്ക് എന്ന് തുടങ്ങാം. ഇതാണ് എൻ്റെ പ്ലെയിൻ ബ്ലാക്ക് ഹീൽസ്. ഇത് ഫുൾ ഞാൻ ചെരുപ്പ് വെക്കാനായിരുന്നു, പക്ഷെ അമ്മയ്ക്കൊക്കെ ഭയങ്കര എതിർപ്പാണ്. ഇങ്ങനെ ഇട്ട് നടക്കുന്ന വഴിയിൽ ഞാൻ ഇട്ട് നടക്കാറില്ല, ഇത് സ്റ്റേജിലൊക്കെ ഇട്ട് പുറത്തിടുന്നതല്ലേ, അങ്ങനെയുള്ള ചെരുപ്പ് അകത്ത് കയറ്റി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. അമ്മയും കൊച്ചനും ഒക്കെ എന്നെ വഴക്ക് പറയും, ഇതിനെ നീ ഇട്ട സാധനം എടുത്ത് അകത്ത് കയറ്റി പാത്ത് വെക്കുന്നേ, അത് വെളിയിൽ കൊണ്ടിടണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അച്ചയ്ക്ക് പിന്നെ അങ്ങനൊന്നുമില്ല. അച്ചയ്ക്ക് പിന്നെ എനിക്ക് എന്താണോ ഇഷ്ടം കുറച്ചും വച്ചാറ് അത് അവള് ചെയ്തോട്ടെ, അതിപ്പോ എന്താ അവളുടെ റൂം, അവളുടെ ചെരുപ്പ്, അവളുടെ സാധനം, അവള് കയറ്റി വെച്ചോട്ടെ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ എനിക്ക് തന്നെ കാണാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ ഇരുന്നോട്ടെ, എനിക്കത് എപ്പോഴും കാണണം ഇങ്ങനെ എൻ്റെ ഹീൽസ്. അതിന് വേണ്ടി ഉണ്ടാക്കിയൊരു സംഭവമാണ് കേട്ടോ അത്. അപ്പൊ നമ്മൾ പറയുന്നത് ബ്ലാക്ക് ഹീൽസ്. ഇതാണ് എൻ്റെ പ്ലെയിൻ ബ്ലാക്ക് ഹീൽസ്. ഇതെല്ലാത്തിൻ്റെ ഒപ്പം പോകും. ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഇതൊരു ഓപ്ഷനാണ്. ഞാൻ എപ്പോഴും ഇതെൻ്റെ കയ്യിൽ വെച്ചേക്കും. ഇപ്പം എവിടെയെങ്കിലും പ്രോഗ്രാംസിന് പോകാനാണെങ്കിലും ഒക്കെ ഞാൻ ഇത് വെച്ചേക്കും. കാരണം ഏതെങ്കിലും ചെരുപ്പ് പൊട്ടിപ്പോവേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ഹീൽസ് നമ്മുടെ ദൈവമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ. ഇതിനിവിടെ ഇങ്ങനെ ഒരു ലോക്ക് വരുന്ന പോലത്തെ. പിന്നെ വരുന്നത് എൻ്റെ വേറൊരു ബ്ലാക്ക് ഹീൽസ് ആണ്. ഇതിനും അത്യാവശ്യം നല്ല ഹീലുണ്ട്. എത്ര ഇഞ്ചാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത്യാവശ്യം നല്ല ഹീലുണ്ട് ഇതിന്. ഇത് ഇടുമ്പോൾ ഒരു ഭംഗി അറിയാം. നമ്മുടെ കാല് ഇവിടെ ഫുൾ ഇങ്ങനെ തിളങ്ങിയിരിക്കും. പ്രത്യേകിച്ച് കാലയിൽ ഇടുമ്പോഴാണ് ഇതിന് ഭംഗി അറിയുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റി വരും കാലയിൽ. അതായത് കാലിൻ്റെ നമ്മൾ പാദസരമൊക്കെ ഇടുന്ന അവിടെയില്ലേ, അവിടോട്ട് ഇതിങ്ങനെ വട്ടത്തിൽ ചുറ്റി വരും. അപ്പോൾ ഇത് ബാക്കിൽ നിന്ന് കാണാൻ പോലും ഭയങ്കര ഭംഗിയാണ്. ഇതിങ്ങനെ ഇവിടെ ഫുൾ കല്ലല്ലേ, പറയുമ്പോൾ തന്നെ കൊത്തിയാവും. ഞാൻ എപ്പോഴും ഇടുന്ന സാധനം, എന്നാലും പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ ബാക്കിൽ ഫുൾ ഇങ്ങനെ സ്റ്റോൺ ആയതുകൊണ്ട് നല്ല രസം ഇതിട്ട് കഴിഞ്ഞാൽ കാണാൻ. അപ്പം അങ്ങനെ ഒരു ഹീൽസ്. ഇതിൻ്റെ ഇവിടെ ഒരു ബെൽറ്റ് ലോക്ക് പോലെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. കംഫർട്ടബിൾ ഒന്നും അല്ല കേട്ടോ, ഒരുപാടങ്ങ് പുകഴ്ത്താൻ പറ്റത്തില്ല, കാരണം തീരെ കംഫർട്ടബിൾ അല്ല ഇതിടാനായിട്ട്. പക്ഷെ ഭംഗി ഓർക്കുമ്പോൾ നമ്മൾ ഇടും. പിന്നെ ഉള്ള എൻ്റെ ഹീൽസ് എഗെയിൻ വേറൊരു ബ്ലാക്ക് ഹീൽസ് ആണ്. ബ്ലാക്ക് ഹീൽസ് വിത്ത് ഈ പറയുന്ന പോലെ ഭയങ്കര കല്ല് വെച്ചിട്ടുള്ള സാധനം. ഞാൻ എവിടെയോ പോവാനായിട്ട് ഞാൻ കൊച്ചിയിൽ ചെന്നു. കൊച്ചിയിൽ നിന്നായിരുന്നു എനിക്ക് പിന്നെ അങ്ങോട്ടേക്ക് ഷൂട്ടിന് പോകേണ്ടത്. പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി, ഞാനും ഇന്ദ്രൻ സംഘളും കൂടെ ഉള്ളൊരു മൂവി ഉണ്ട്, പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട്. റിലീസായിട്ടില്ലാവാൻ പോകുന്നുള്ളൂ. അപ്പൊ ആ മൂവിയുടെ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഞങ്ങൾ കൊച്ചിയിൽ ചെന്ന് എനിക്ക് എന്തൊക്കെയോ 2-3 ടോപ്പ് എടുക്കാനുണ്ട്. അപ്പൊ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അച്ഛൻ എന്തോ മെട്രോയിൽ കയറിയെങ്ങോ ആയിരുന്നു വരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ ഒരു കടയിൽ കയറി എനിക്ക് കുറച്ച് ടോപ്പൊക്കെ എടുത്തോണ്ടിരിക്കുമായിരുന്നു. അന്നേരം അവിടെ ഇതിങ്ങനെ ഈ മറ്റേ എക്സിബിഷനൊക്കെ വെക്കുന്ന പോലെ ഒരു 1 പീസ്, ഒറ്റ പീസേ ഉള്ളൂ ഇതവിടെ. വേറെ സൈസും ഇല്ല, ഒന്നുമില്ല. ഈ ഒറ്റ സൈസ്. എൻ്റെ ചെരുപ്പിൻ്റെ സൈസ് 37ആണ്, 5 എൻ്റെ ചെരുപ്പിൻ്റെ സൈസ്. അപ്പോൾ ഈ ഒറ്റ സൈസ് ഇതവിടെ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇതവിടെ കണ്ടിട്ട് ഇങ്ങനെ നമുക്കൊരു ഭയങ്കര സന്തോഷം വരത്തില്ലേ അങ്ങനെ. എന്ന് വെച്ചാൽ ഇതേലോട്ട് ഇങ്ങനെ നിറച്ച് വെട്ടമൊക്കെ ഇട്ട് വെച്ചിരിക്കും. അപ്പൊ ഇതിങ്ങനെ ഈ കല്ല് മാത്രം ഇങ്ങനെ തിളങ്ങും ഭയങ്കരമായിട്ട്. ഇപ്പൊ അത് അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഇത് മാത്രമായിട്ട് ഈ 2 ചെരുപ്പ് ഇങ്ങനെ അവര് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുക. അയ്യോ, എനിക്കത് കണ്ടപ്പോൾ തൊട്ട് എനിക്കത് വേണം. എനിക്ക് ഭയങ്കര അന്നേരം ഇനി ഇച്ചിരി വില കൂടുതലുമായിരുന്നു. അപ്പം വേണം താനും, എന്നാലും ഇതിന്റെ പൈസ ഇറങ്ങും. അയ്യോ വേണ്ട,
വേണ്ട അങ്ങനെ വെറുതെ ഇതാക്കണ്ട, കാരണം അപ്പൊ എനിക്ക് ചെരുപ്പുണ്ട്, എന്റെ ചെരുപ്പുണ്ട്, പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ചെരുപ്പ് എൻ്റെ അടുത്തുണ്ട്. അപ്പൊ എനിക്ക് അച്ഛയോട് വിളിച്ച് പറയാനും മടി. ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നോട് പറയും വാങ്ങിക്കോ അങ്ങനെ പറയും. പക്ഷെ എന്നാൽ എനിക്ക് അങ്ങനെ പറയാനൊരു മടി, കാരണം ഇത്രയും പൈസ ഇതിനു വേണ്ടി മുടക്കണല്ലോ ഇനി. അപ്പൊ ഞാൻ ചെയ്യുന്നത് സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്ന മോശമല്ലേ എന്ന് എനിക്ക് നമുക്കുള്ളിൽ ഇങ്ങനെ തോന്നുന്നില്ല, നമ്മളെ ചെയ്തത് മോശമായി പോയി അന്ന്. അതുകൊണ്ട് ഞാൻ അച്ഛയോട് വിളിച്ച് ചോദിച്ചില്ല. പിന്നെ ഞാൻ നൈസായിട്ട് ഇങ്ങനെ അമ്മേനെ വിളിച്ചപ്പോ ഇങ്ങനെ അമ്മയെ ഇവിടെ ഒരു ചെരുപ്പുണ്ട്, എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നു. അപ്പത്തേക്ക് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോകാൻ നിൽക്കുക. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അമ്മ എന്നോട് അത് വേണോ, അത് മേടിക്കണോ, ഇപ്പൊ അത് വെറുതെ അധിക ചെലവല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി മോശം ഇനി എന്നായാലും പറയാൻ പറ്റത്തില്ല, അച്ഛയോട് ചോദിക്കണ്ട, വേണ്ട എന്ന് ചോദിച്ചു. ഞാനത് ഉപേക്ഷിച്ചു. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സാധനം. എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് വേണം ഇങ്ങനെ തോന്നും. ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ, അത് വേണം എനിക്കിത് കിട്ടിയേ പറ്റത്തില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്ക് വിഷമം വരും, രാത്രി കിടക്കുമ്പോൾ ഇനി അത് ഓർത്ത് വിഷമം വരും. എന്നിട്ട് ഞാൻ തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജിപേയിലോട്ട് ഈ ചെരുപ്പിന്റെ പൈസ എനിക്ക് വന്ന്. ഞാൻ നോക്കുമ്പോ അച്ഛ ഇട്ട് തന്ന പൈസ. അപ്പൊ ഞാൻ അച്ഛ ഇതെങ്ങനെ അറിഞ്ഞേ, എനിക്ക് അറിയില്ലല്ലോ. അപ്പം ആ സമയത്താണ് ഞാൻ വേറെ എന്തോ വാങ്ങിക്കാൻ തന്നപ്പോ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട അത്രയും പൈസ ഇപ്പൊ കളയാനില്ല, അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്തായാലും ഞാൻ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചില്ല അച്ഛൻ്റെ അടുത്ത്. പക്ഷെ അച്ഛൻ എനിക്ക് ആ പൈസ ഇട്ടു തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചേ ഇത് കുറച്ചായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് എവിടുന്ന. അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛേ ഇത് തന്നെയായിരുന്നു ഇതിട്ടെ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് അമ്മ വിളിച്ച് പറഞ്ഞു ഇതെനിക്ക് ഇങ്ങനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അമ്മ എന്നോട് വേണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും അമ്മ എന്നിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞു എനിക്കിത് ഇഷ്ടമായിരുന്നു. എന്നിട്ട് പിന്നെ ആ പൈസ ഇട്ട് തന്ന് അച്ഛൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, അത്ര ഇഷ്ടപ്പെട്ടതല്ലേ, അത് ഒറ്റ പീസല്ലേ ഉള്ളൂ, അതിന് ഇപ്പം നമുക്ക് കിട്ടത്തില്ലല്ലോ, ഇനി പിന്നെ ഇത് വേണ്ടത് ഇതാണ് ആവശ്യമുള്ള സാധനമാണ്, അങ്ങനെ ആവശ്യമില്ലാതെ പൈസ കളയുന്നു എന്ന് വിചാരിക്കണ്ട. ഇതിപ്പോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത് ഇടുന്നതല്ലേ, അപ്പൊ കൊച്ചിനത് ആവശ്യമുള്ളതാ, അത് വാങ്ങിക്കും, അത് കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ എന്നെ സമാധാനിപ്പിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു അതവിടെ വാങ്ങിയില്ല. എന്നിട്ട് ഞാൻ ഓടി ചെന്ന് ഞാൻ തിരിച്ചു വന്ന് വാങ്ങിയ ചെരുപ്പാണ് ഈ ചെരുപ്പ്. അതാണ് ഈ ചെരുപ്പിന്റെ കഥ. ഇത് ഞാനൊരു മൂവിയുടെ ഒരു ഓഡിയോ ലോഞ്ചിന് ഒറ്റ പ്രാവശ്യം ഞാൻ ഈ ചെരുപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉള്ളത് എൻ്റെ ഗോൾഡൻ ചെരുപ്പുകളാ. ഇതെൻ്റെ കംഫർട്ടബിൾ സോണാണ്, കാരണം ഇതിട്ട എനിക്ക് വേദന എടുക്കത്തേയില്ല, ഈ നടുവേദനയില്ല ഒന്നുമില്ല, കാരണം ഇതിന് ഇത്രയും വള്ളി ഉള്ളത് കൊണ്ട് കാലെ മൊത്തം സപ്പോർട്ട് ചെയ്ത് നിൽക്കുമല്ലേ, നമുക്ക് വേദന എടുക്കത്തില്ല. പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ അകത്ത് ഞാൻ ഈ ചെരുപ്പായിട്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത് നോക്കിയറിയാം, ഇങ്ങനെ കാലയിൽ ഇങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ തിളങ്ങി നിൽക്കും ഈ ഗോൾഡൻ കളർ. പിന്നെ ഇതിന്റെ ഹീൽസും ബാക്കിൽ നിന്ന് കാണാനും ഭംഗിയാണ്, കാരണം ഈ ഹീൽസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ, ഇപ്പൊ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോഴാണ് ലൈറ്റ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും ഇത് നല്ലതായിട്ട് തിളങ്ങും. അതുകൊണ്ട് എനിക്ക് ഇതിട്ട് ഇനി പിന്നെ ഞാൻ പറഞ്ഞല്ലോ നടുവേനയോ കാലിന് വേനയോ ഒന്നും എടുക്കത്തില്ല. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെരുപ്പ്. ഒരു കല്ല് പോലും കളയാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചത്. പക്ഷെ ഈ ചെരുപ്പിൻ്റെ ഒക്കെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കല്ല് പോയാലുണ്ടല്ലോ പെട്ടെന്ന് അറിയും. ഇങ്ങനെ ഗ്രാൻഡ് ആയിട്ട് ഇത്രയും ലക്ഷറി ആയിട്ട് നിൽക്കുന്നുണ്ട്, ഇതിന്റെ ഒരെണ്ണം അളന്നു പോയാലും അത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അത് പോകുന്നവരേ ഉള്ളൂ നമുക്ക് ഈ ചെരുപ്പ്. പിന്നെ അത്രയും നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ട് നടക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു കല്ല് പോയാൽ പ്രശ്നമാണെന്ന്, അതുപോലെ എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പാണിത്. ഈ ചെരുപ്പ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടൊരു 1-2 വർഷമായി കാണും. ഇതിന്റെ കല്ല് കണ്ടോ, ഇതിന്റെ ഇവിടത്തെയൊക്കെ കല്ല് പോയി, ഇതിന് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് അപ്പടി പോയി. ഇത് ഞാൻ വെറുതെ ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് ഉണ്ട്. കിച്ചു ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഒന്ന് ഇടാവോ, ഈ സൈഡിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഇതിലോട്ട് ലൈറ്റ് വീഴുമ്പോൾ ഇങ്ങനെ തിളങ്ങും, അത് കാണാൻ ഭംഗിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൽ കാണാമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഇവിടെയൊക്കെ തിളങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. ഇത് നിറച്ചും മുത്തൊക്കെ ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ഹീല. ആ സമയത്ത് ഞാൻ പറയുന്ന ഈ സമയത്ത് ഒരു 1-2 വർഷം മുന്നേ ട്രാൻസ്പെറൻറ്റ് ഹീല് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇത് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ആ സമയത്ത് ഞാൻ ലുലു പോയിട്ട് എടുത്ത ചെരുപ്പാണിത്. പിന്നെയുള്ള ചെരുപ്പ് ഈ ഗോൾഡൻ ചെരുപ്പാണ്. ഇതും ഇങ്ങനെ ഭയങ്കര കല്ല് വരുന്നത്, നേരത്തെ ഞാൻ കാണിച്ചില്ലേ സിൽവർ, ഇതിൻ്റെ തന്നെ ഗോൾഡൻ ആയത്. ഇതൊരു കാലിലും ഇതൊരു കാലിലും ഇട്ടാലും അതിൻ്റെ തന്നെ സെയിം ഗോൾഡൻ ആയത്. ഇതിന് കുഞ്ഞ് ഹീൽസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം സ്റ്റേജിലല്ലാത്ത പ്രോഗ്രാം ഒക്കെയില്ല, അങ്ങനെയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് ഇത്രയും ഹീൽ ഇടാനേ ഇഷ്ടമുള്ളൂ. അല്ലെ ഹീല് വേണ്ടെന്ന് നോക്കി ഞാൻ എവിടെയെങ്കിലും ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകത്തില്ല, ഇപ്പം നമുക്ക് അറിയുന്ന എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഇടാനാ സൗകര്യം, നമുക്ക് പെട്ടെന്ന് ഊരാനും ഇടാനും ഒക്കെ എളുപ്പമാണ് ഈ ചെരുപ്പ്. അതുകൊണ്ട് ഈ ചെരുപ്പ് എനിക്ക്
ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാലിലിട്ട കാണാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും നെയിൽ ആർട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ നല്ല കാലൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുക, അതുകൊണ്ട് ഇത് ഇട്ടാൽ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതിന്റെ ഹൈ ഹീൽസ് ആ ഗോൾഡൻ കളർ. ഇതെനിക്ക് കിച്ച് മേടിച്ചു തന്ന്. നീ ഓർക്കുന്നു? അവൾ അവിടെ ഇരുന്ന് നൂഡിൽസ് വലിച്ചേറ്റിക്കൊണ്ടിരിക്കും. നീ ഓർക്കുന്നുണ്ടോ? ഏത് ബർത്ത്ഡേക്ക്? ഇതിന്റെ കഴിഞ്ഞതിന്റെ മുന്നത്തെ ബർത്ത്ഡേക്ക് എനിക്ക് കിച്ച് വാങ്ങി തന്ന ചെരുപ്പാണിത്. അത് ഞാൻ കിച്ചിനോട് എനിക്ക് ചെരുപ്പ് മേടിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അവള് വാങ്ങി തന്ന ചെരുപ്പാണിത്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ചെരുപ്പ്. ഈ ഹീൽസ് നല്ല ഹീൽസ് ഉണ്ട് അത്യാവശ്യം, പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇത് പോയിന്റഡ് ഹീൽ അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കംഫർട്ടബിളും ആണ്. പിന്നെ ഈ ബെൽറ്റ് സ്ട്രാപ്പ് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് 1 2 3 4 ചെരുപ്പുണ്ട് എനിക്ക് ബെൽറ്റ് സ്ട്രാപ്പിലുള്ളത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കിടക്കുന്ന കാണാൻ. ഇങ്ങനെ കാലേ കിടക്കുന്നതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഗോൾഡനും ഈ ഒരു ഗ്ലിറ്ററി ഫീലൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റൊക്കെ അടിക്കുമ്പം ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കിച്ച് വാങ്ങി തന്നുകൊണ്ട് ഞാൻ പറയുമല്ല, എനിക്ക് ഈ ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ചെരുപ്പാണ് ഈ ചെരുപ്പ്. അപ്പം ഇത്രയാണ് എൻ്റെ മെയിൻ ഹീൽസ്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഹീൽസ് എന്ന് പറയുന്നത് പ്രോഗ്രാമിലൊക്കെ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇനോഗ്രേഷനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഞാൻ ഇതിൽ ഏതെങ്കിലും ചെരുപ്പായിരിക്കും ഉറപ്പായിട്ട് ഇട്ടിരിക്കുന്നത്. അല്ലാത്ത ചെരുപ്പൊക്കെ ഞാൻ താഴെ കൊണ്ട് വെച്ചിരിക്കുക. ഇതിൽ ഒത്തിരി ഞാൻ കുത്തി നിറച്ച് വെച്ചാൽ കാണാൻ ഭംഗി കാണത്തില്ല. അപ്പം ഞാൻ സിൽവർ മൊത്തം ഇവിടെ, ബ്ലാക്ക് മൊത്തം ഇവിടെ, ഏറ്റവും താഴത്തെ റോയില് ഗോൾഡൻ, അങ്ങനെ എടുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ ഹീൽസ് കളക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് എന്നാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലർക്ക് ഇപ്പോൾ ബാഗിനോടായിരിക്കും ക്രേസ്. നമുക്കിപ്പോൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അയ്യോ ഇതിൻ്റെ ചെരുപ്പിനോട് ഇത്ര പ്രാന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഇപ്പം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമല്ലേ. എനിക്ക് ബാഗ് ഇഷ്ടമായി പറയുന്ന പോലെ സൈഡ് ബാഗും ഷോൾഡർ ബാഗ് അങ്ങനത്തെ സാധനമൊക്കെ ഇല്ലേ. ഞാൻ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കിച്ചുവിനെ കൊണ്ട് അതാണ് മേടിപ്പിച്ചേ, ഒരു ബാഗ് ഇങ്ങനെ സൈഡിലിടുന്ന ഒരു ബാഗ്. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഉടുപ്പിനോടൊന്നും അത്ര ക്രേസ് ഇല്ല. എനിക്ക് തോന്നുന്നു അതെപ്പോഴും ഇപ്പം ഞാൻ ഈ ഷോയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ഉടുപ്പൊക്കെ മാറി മാറി ഇടുമല്ലോ. അങ്ങനെ ഇട്ടിട്ട് അത് മടുത്തു. അങ്ങനെ കുറേ നല്ല വർക്കൊക്കെ ചെയ്ത ഡ്രസ്സ് അതൊക്കെ ഇട്ടിട്ട് മടുത്തു. പക്ഷെ ഇത് എത്രയായാലും പെർഫ്യൂംസ്, എനിക്കൊരു വലിയ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ഉണ്ട് പെർഫ്യൂംസിൻ്റെ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, ഉറപ്പായിട്ടും. എനിക്കത് ഭയങ്കര ക്രേസാണ്. ഞാൻ എവിടെയെങ്കിലും പോയി കസ്റ്റമൈസ് ചെയ്തെടുപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിൽ വാങ്ങിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു വിടുന്നതാണ് ഈ നല്ല ഫ്ലോറൽ അല്ലെങ്കിൽ ഫ്രൂട്ടി സ്മെല്ലൊക്കെ ഉള്ള സാധനങ്ങളില്ലേ, അങ്ങനത്തെ പെർഫ്യൂംസ് കൊണ്ടുവരണം. എനിക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണെന്നില്ല. അപ്പം എനിക്ക് അതും ഒരു കളക്ഷൻ ഉണ്ട്. പിന്നെ ഒന്നിനോടും അത്ര അങ്ങ് പ്രാന്തില്ല. പിന്നെ ചെരുപ്പാണ് എൻ്റെ മെയിൻ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ചെരുപ്പ് കളക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വൃത്തിയായിട്ട് അടുക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. അല്ല ഇങ്ങനെ എൻ്റെ ഒരു സാധനം ഇങ്ങനെ അടുങ്ങിയൊന്നും ഇരിക്കാറില്ല. ഇതിനോട് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതാണ് എൻ്റെ ഹീൽസ് കളക്ഷൻ്റെ കഥ. ഒത്തിരി പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന്, പെൺകുട്ടികളാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ, ഇൻസ്റ്റയിലൊക്കെ വന്ന് ഞാൻ ആസ്ക് മീ ഇടില്ലേ, അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഹീൽസ് ഒന്ന് കാണിക്കാവോ, ഹീൽസ് കളക്ഷൻ കാണിക്കാവോ എന്ന് വെച്ചാൽ ഞാൻ 3-4 ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹീൽസ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഹീൽസിൻ്റെ ഒരു കുഞ്ഞി കളക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതിൽ വന്നിട്ട് ഒന്ന് കാണിക്കാവോ എന്ന് വെച്ചിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചോദിച്ച ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഹീൽസ് കളക്ഷൻ വീഡിയോ. സോ താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞു. ടാറ്റാ, ബൈ, സീ യു.